കടലിന്റെ സൈഡിലാണെങ്കിലും ഇത് ഉപയോഗിക്കാം, കുഴക്കിണറിനും ഇത് ഉപയോഗിക്കാം. ചിലർ പറയാറുണ്ട് ഞങ്ങളുടെ കുഴക്കിണറിന് കളർ വ്യത്യാസമൊന്നുമില്ല, വെള്ളത്തിന് വ്യത്യാസമൊന്നുമില്ല. ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മഴക്കാലത്ത് ചെക്ക് ചെയ്യണ TDS ആയിരിക്കില്ല വേനൽക്കാലത്ത് ചെക്ക് ചെയ്യുമ്പോൾ. അങ്ങനെ വരുമ്പോഴും ഇതിന് സ്റ്റെയിൻലെസ് സ്റ്റീലിന് അത് ഒരു നെഗറ്റീവായിട്ട് നമുക്ക് വാഷറാണ് വരുന്നത്. അതിന് വാഷറാണ്. നമുക്ക് ഈ ഇന്നറിലും ഔട്ടറിലും വരുന്നതിൻ്റെ അവിടെ ഓരോ വാഷറാണ് കുറച്ചുകൂടെ വിസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യും. സ്റ്റീലിനേക്കാളും കൂടുതൽ കുറച്ചുകൂടെ നമ്മൾ എൻ്റെ ഒരു ഡൗട്ടാണ്, ഈ പൗഡർ കോട്ടറൊക്കെ വരുമ്പോൾ നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ പൗഡർ കോട്ടർ ചിലപ്പം ഈ പൊള്ളി വരാനുള്ള സാധ്യതയുള്ള ഒരു ഡൗട്ടാണ്. ചിലർ വിളിച്ചിട്ട് ചോദിക്കും ഞങ്ങളുടെ വീട്ടിൽ ഇത്ര 5 കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇഷ്യൂസ് വന്ന് ട്യൂബിന് കംപ്ലൈൻറ്റ് വരും. അതുപോലെ ടാങ്ക് ബൾജാവും, ടാങ്ക് പൊട്ടിപ്പോകും. അതൊരു ഹൈ എൻഡ് പ്രോഡക്റ്റ് ആണ്. അതിൻ്റെ പ്രവർത്തനം തന്നെ കുറച്ച് വ്യത്യാസമാണ്. ഇതേപോലെ ട്യൂബിലേക്ക് വെള്ളം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് പുതിയതായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെറാമിക്ക മോഡലിന് നമ്മുടെ എല്ലാം ഫുഡ് ഗ്രേഡ് സ്റ്റീലാണ്. 304 ഉണ്ട്, 316 ഉണ്ട്, 2 മോഡലും. ടെക്നോ കാഞ്ഞിരപ്പള്ളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് HELൻ്റെ കടലോരത്ത് അതുപോലെ നമ്മുടെ കുഴക്കിണറിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാട്ടർ ഹീറ്ററാണ്. സാധാരണ നമ്മൾ തന്നെയാണ് ഇത് റിവ്യൂ ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ നമ്മുടെ HELൻ്റെ കേരളത്തിലെ ടെക്നിക്കൽ ഹെഡ് ഉണ്ട്, മനു ഉണ്ട്. അപ്പം മനു ഇന്ന് നമുക്ക് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇന്ന് ഞാൻ കസ്റ്റമറുടെ സൈഡിലാണ് നിൽക്കുന്നത്. കുറേ സംശയങ്ങൾ ഞാൻ മനുവിനോട് ചോദിക്കും. അപ്പം മനു എനിക്ക് അതിൻ്റെ സംശയങ്ങൾ പറഞ്ഞു തരും. നമ്മുടെ ഇത് HELൻ്റെ സെറാമിക്ക എന്ന് പറയുന്ന മോഡലാണ്. അപ്പം മനു, HEL എന്ന് പറയുന്ന കമ്പനിയെ പറ്റി ഒന്ന് പറയാമോ? HEL എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ എനർജി ലിമിറ്റഡ്, അതാണ് അതിൻ്റെ ഫുൾ നെയിം വരുന്നത്. അപ്പോൾ നമ്മൾ ബേസിക്കലി സോളാർ വാട്ടർ ഹീറ്റർ മാത്രം ചെയ്യുന്ന കമ്പനിയാണ്. ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു 10 വർഷത്തിന് മേലെ ആയിട്ടുണ്ട് ഇപ്പം നിലവിൽ നമ്മൾ തുടങ്ങിയിട്ട്. ഇതിൽ ഈ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ ബീച്ച് സൈഡിലേക്കും അതേപോലെ തന്നെ ബോർവെൽ വാട്ടറിലേക്കും ഉപയോഗിക്കുന്ന മോഡലാണ് ബേസിക്. ഇതിനകത്ത് ഉപയോഗിക്കുന്നത് വെച്ചാൽ സെറാമിക്കാണ്, ഇന്നർ ടാങ്ക് സെറാമിക്കയും അതേപോലെ തന്നെ ഔട്ടർ പൗഡർ കോട്ടഡാണ് വരുന്നത്. അതാണ് മെയിൻ. മറ്റേത് നമ്മുടെ ഉള്ള സിസ്റ്റത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ നമുക്ക് ഓൾറെഡി ഉള്ളതാണ്. ഇതും അതേപോലെ തന്നെ നമുക്ക് ഈ വെള്ളത്തിൻ്റെ TDS കൂടുതലുള്ള സ്ഥലത്തും അതേപോലെ തന്നെ അയൺ കണ്ടൻറ്റ് അങ്ങനെയുള്ള വെള്ളത്തിനൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ് സെറാമിക്ക മോഡൽ. അപ്പോൾ HEL എന്ന് പറയുന്നത് നിലവിൽ നമുക്ക് ആ സ്റ്റീലായിരുന്നു കൂടുതലും വന്നുകൊണ്ടിരുന്നത്. അതായത് അതിലായിരുന്നു പ്രസിദ്ധമായിക്കൊണ്ടിരുന്നത്. കാരണം ഫുൾ സ്റ്റീലായിരുന്നു, ടാങ്ക് ഔട്ടർ ടാങ്ക് സ്ട്രക്ചർ എല്ലാം സ്റ്റീൽ തന്നെയാണ്. അപ്പം പലരും സ്റ്റീൽ മോഡലാണ് ചോദിക്കാറ്. പക്ഷേ കുഴക്കിണറുള്ളവർക്ക് ഇത് തന്നെയാണ് ബെറ്റർ. അത് പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ നമുക്ക് ആ PPMൻ്റെ കാര്യം കൂടെ ഒന്ന് പറയാം. അതായത് സ്റ്റീലിന് നമുക്ക് എത്ര 100 അല്ലേ വരുന്നത്? 100 PPM ലാസ്റ്റായിട്ട് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ 100 മേലെയുള്ള PPMലേക്ക് ഉള്ള വെള്ളത്തിന് ചിലപ്പോൾ അയൺ കണ്ടൻറ്റ് ആയിരിക്കും. ഏത് കണ്ടൻറ്റാണ് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. എന്നാലും 100 മേലെ നമ്മൾ സേഫ്റ്റി ഇതായിട്ട് വെച്ചേക്കുന്നത് 100 TDS. അപ്പോൾ ഈ TDS 100 മേലെയുള്ള അടുത്തൊക്കെ ഇത് തന്നെ ഈ നമ്മുടെ സെറാമിക് മോഡൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് 2000 വരെ പോകാം. സെറാമിക് TDS 2000 വരെ പോകും. അതിപ്പോൾ നമുക്ക് 2000 കൂടുതൽ അങ്ങനെ വരാൻ സാധ്യത കുറവല്ലേ? ചാൻസ് കുറവാണ്. കടലിന്റെ സൈഡിലാണെങ്കിലും ഇത് ഉപയോഗിക്കാം, കുഴക്കിണറിനും ഇത് ഉപയോഗിക്കാൻ പറ്റും. ചിലർ പറയാറുണ്ട് ഞങ്ങളുടെ കുഴക്കിണറിന് കളർ വ്യത്യാസമൊന്നുമില്ല, വെള്ളത്തിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അത് ഞാനും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ മഴക്കാലത്ത് കുഴപ്പമില്ലായിരിക്കും, വേനലാകുമ്പോൾ വെള്ളം താഴുമ്പോൾ അയൺ കണ്ടന്റ് കൂടും. അന്നേരം ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മഴക്കാലത്ത് ചെക്ക് ചെയ്യണ TDS ആയിരിക്കില്ല വേനൽക്കാലത്ത് ചെക്ക് ചെയ്യുമ്പോൾ. അങ്ങനെ വരുമ്പോഴും ഇതിനെ സ്റ്റെയിൻലെസ് സ്റ്റീലിനെ അത് ഒരു നെഗറ്റീവായിട്ട് ബാധിക്കും. ചില സൈറ്റുകളിൽ കണ്ടിട്ടുണ്ട് നമ്മളിന്ന് ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ TDS ഒരു 80 90 ഒക്കെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷെ നമ്മൾ പിന്നീട് വേനൽക്കാലം ആകുമ്പോൾ ഒന്ന് പോയി ചെക്ക് ചെയ്യാൻ ചിലപ്പോൾ 200 250 ആ റേഞ്ചിലോട്ട് വരും. അതെ, അത് വെള്ളം കൊടുക്കണ ടോപ്പിൽ കിടക്കുമ്പോഴത്തേക്ക് എന്തായാലും ഒരു വ്യത്യാസം വരും. അത് മഴക്കാലം ആകുമ്പോഴത്തേക്ക് വെള്ളം എന്തായാലും ടോപ്പിലായിരിക്കുമല്ലോ. അപ്പോൾ വേനൽക്കാലം വെള്ളം ഇറങ്ങിപ്പോവും. അന്നേരം അതിന് TDSനും വെള്ളത്തിൻ്റെ കണ്ടന്റിനൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ബോർവെൽ വാട്ടർ ആണെങ്കിൽ പോലും നമ്മൾ ഈ സെറാമിക്ക സജസ്റ്റ് ചെയ്യണം. അല്ല, ആണെങ്കിൽ നല്ലത്. സെറാമിക്ക സ്റ്റീലിനേക്കാളും വാറണ്ടിയും കൂടുതലുണ്ട്. അത് 7 വർഷം വാറണ്ടി ഉണ്ട്. 7 വർഷം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആകുമ്പോൾ 5 വർഷമാണ് വാറണ്ടി കൊടുക്കുന്നത്. ഇതാകുമ്പോൾ ഒരു 7 വർഷത്തോളം വാറണ്ടി വരുന്നുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിന് അകത്ത് ഈ വെൽഡിങ് വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? അതെ, അത് ഈ അയൺ കണ്ടന്റ് കൂടുമ്പോൾ സ്റ്റീലിന് പ്രശ്നം ഉണ്ടായിട്ടല്ല, വെൽഡിങ്ങിന്റെ ഭാഗത്തായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ്. ഇതിന് നമുക്ക് വാഷറാണ് വരുന്നത്. വാഷറാണ്. നമുക്ക് ഈ ഇന്നറിലും ഔട്ടറിലും വരുന്നതിന്റെ അവിടെ ഓരോ വാഷറാണ് വരുന്നത്. പിന്നെ അകത്ത് സെറാമിക്കാരുടെ ടാങ്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് നല്ല പ്യൂരിറ്റി ആണോ? അല്ല, സെറാമിക്ക ടാങ്ക് ആണ്ട് പ്യൂരിറ്റി ഉണ്ടാവും. പിന്നെ ഹീറ്റ് കുറച്ചുകൂടെ വിസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യും. സ്റ്റീലിനേക്കാളും കൂടുതൽ വിസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യും. അതെ, ചെറിയ റേറ്റ് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. സ്റ്റീലിനേക്കാളും കുറച്ച് റേറ്റ് വ്യത്യാസമുണ്ട്. പക്ഷെ അതിൻ്റെതായ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. അതെ,
ഇപ്പം നമ്മൾ എൻ്റെ ഒരു ഡൗട്ടാണ്, ഈ പൗഡർ കോട്ടറൊക്കെ വരുമ്പോൾ നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ പൗഡർ കോട്ടർ ചിലപ്പം ഈ പൊള്ളി വരാനുള്ള സാധ്യതകളൊക്കെ ഇല്ലേ? പക്ഷേ എനിക്കൊന്ന് ഇതൊരു സാധാരണ പൗഡർ കോട്ടർ അല്ലെന്ന്, ഇച്ചിരി കൂടെ ക്ലേസിംഗ് ഉള്ള ഇച്ചിരി ക്വാളിറ്റി കൂടിയ പൗഡർ കോട്ടിംഗ് ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ വരാനുള്ള ചാൻസ് കുറവാണ്. നമ്മളിപ്പോൾ ഓൾറെഡി ബീച്ച് സൈഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെയായിട്ട് വലിയ ഇഷ്യൂസ് ഒന്നും ആരും അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇഷ്യൂസ് കാര്യങ്ങളും അതായത് ബീച്ച് സൈഡിനുള്ളതുകൊണ്ട് ആ ഒരു ലെവലിലുള്ള പൗഡർ കോട്ടിംഗ് ആയിരിക്കും ഇതേ വരുന്നേക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ ഇതിന്റെ സ്റ്റാൻഡ് വരുന്നതും അലൂമിനിയത്തിന്റെ ആണ് സ്റ്റാൻഡ് വരുന്നത്. അതെ, ഫുൾ അലുമിനിയം ആണ്. സ്ട്രക്ചർ മൊത്തം അലുമിനിയം വരും അല്ലേ? ഈ മോഡലിന് നമ്മൾ അലുമിനിയം സ്ട്രക്ചർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം സ്റ്റാൻഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ അത് സ്റ്റീൽ ഉപയോഗിച്ചാലുള്ള പ്രശ്നം, ഇപ്പം അതിൽ വെൽഡിംഗ് ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ സ്റ്റീൽ ഉപയോഗിച്ചാലുള്ള പ്രശ്നം എന്താണ്? സ്റ്റീല് നമ്മളിത് ബീച്ച് സൈഡിലേക്കൊക്കെ പോകുന്നുണ്ട്. അത് കോസ്റ്റൽ ഏരിയ ഒക്കെ സൈഡിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റീല് എത്രത്തോളം നിൽക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതും അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അലൂമിനിയം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അലൂമിനിയം ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും ബീച്ച് സൈഡ് സ്റ്റീലിനേക്കാൾ അപേക്ഷിച്ച്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഈ അലൂമിനിയം ഈ സെറാമിക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തേക്കുന്നത്, പ്രിഫർ ചെയ്തേക്കുന്നത്. അതെ. നമുക്ക് പിന്നെ മറ്റുള്ള മോഡലുമായിട്ട് സ്റ്റീലിനുള്ള വ്യത്യാസം ഒന്നും എനിക്ക് തോന്നുന്നു ഈ സൈഡിലാണ് നമുക്ക് ഇൻലെറ്റും ഔട്ട്ലെറ്റും വരുന്നത് അല്ലേ? മറ്റേത് രണ്ട് സൈഡിലാണ് വരുന്നത്. ഓക്കെ, ഇൻലെറ്റും ഔട്ട്ലെറ്റും ഒരേ സൈഡിലായിരിക്കും ഇതിൽ ഇൻലെറ്റ് ഔട്ട്ലെറ്റും വരുന്നത്. ഇത് മേളിൽ ഔട്ട്ലെറ്റ് വരും, താഴെ ഇൻലെറ്റും വരും അല്ലേ? മറ്റേ പോലെ പ്ലംബിംഗ് ഒക്കെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് വാൽവ് കൊടുക്കുക, നോൺ റിട്ടേൺ വാൽവ് കൊടുക്കുക. നമുക്കത് പ്ലംബിംഗ് സൈഡിലെ കാര്യങ്ങൾ ഒന്നുകൂടെ ചർച്ച ചെയ്യാം. അത് നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ഒരു കാര്യമാണ്. അത് കാരണം കസ്റ്റമറുടെ സൈഡിൽ നിന്നായിരിക്കുമല്ലോ മിക്കപ്പോഴും പ്ലംബിംഗ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് ഈ വീഡിയോ പറഞ്ഞു പോകാം. പിന്നെ ഉള്ളതിന് നമുക്ക് ഇതിനകത്ത് ഒരു ഡ്രെയിൻ വാട്ടർ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഡ്രെയിൻ വാട്ടർ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഇത് കൊടുക്കുക. ഡ്രെയിൻ അതായത് ഇതിൻ്റെ അകത്ത് അടിയുന്ന പൊടിയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഡ്രെയിൻ അത് ഒരു 3 മാസമൊക്കെ കൂടുമ്പോഴാണോ ക്ലീൻ ചെയ്ത്? 3 മാസം കൂടുമ്പോഴത്തേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഡ്രെയിൻ വാട്ടർ അത് മറ്റുള്ള കമ്പനികൾക്ക് കുറവാണ് ആ ഒരു ഓപ്ഷൻ. അതുപോലെ തന്നെ നമുക്ക് ഈ സെറാമിക്കിൽ നമുക്ക് ഏതൊക്കെ ലിറ്റർ കപ്പാസിറ്റി ഏതൊക്കെ ഇപ്പം നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റതുപോലെ തന്നെ 100, 150, 200 നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഇപ്പം കൂടുതലായിട്ട് നമ്മൾ 150 ആണ് കൂടുതലായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് സെയിൽ ആവുന്നത് തന്നെ. പിന്നെ ഈ ആളുകൾക്കുള്ള ഒരു ഡൗട്ടാണ്, ചിലർ വിളിച്ചിട്ട് ചോദിക്കും ഞങ്ങളുടെ വീട്ടിൽ ഇത്ര 5 ബാത്റൂം ഉണ്ട്, ഇത് ടാപ്പുണ്ട്. അപ്പം നമ്മൾ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡൗട്ട്, അതപ്പം ഒരു 100 ലിറ്ററിൽ എത്ര പേർക്ക് ഉപയോഗിക്കാം, 150 എത്ര ഉപയോഗിക്കാം, 200 എത്ര ഉപയോഗിക്കാം, അതൊന്ന് പറയാം. അതിപ്പോൾ നമ്മളിപ്പോൾ ബാത്റൂം വെച്ചിട്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ 2 ബാത്റൂം ഉള്ളവർക്ക് നമുക്കൊരു 100 ലിറ്റർ കൊടുക്കാം. 100 പ്ലസ് ഒരു കിച്ചണും കൂടെ യൂസ് ചെയ്യുന്ന രീതിയിലാണ്. പക്ഷേ വേറെ കാര്യമുണ്ട്, 2 ബാത്റൂമേ ഉള്ളായിരിക്കും, പക്ഷേ അവിടെ 5 അംഗങ്ങളുണ്ടല്ലോ എന്ത് ചെയ്യും? എന്നാലും നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഒരു 3 പേർക്ക് 100 ലിറ്റർ വെച്ചിട്ടാണ് പറയുന്നത്. ഏകദേശം ഒരു കണക്കാണ് 3 പേർക്ക് 100 ലിറ്റർ വെച്ചിട്ട്. അതിൽ കൂടുതൽ ഉപയോഗിക്കുന്നവരുണ്ട്. ഹീറ്റിനനുസരിച്ചായിരിക്കും, കാലാവസ്ഥയിലനുസരിച്ചും. അത് ഒരു ആവറേജ് നമുക്ക് പറയുമ്പോൾ ഒരു 100 ലിറ്റർ ഒരു 3 പേർക്ക് അങ്ങനെ ഉപയോഗിക്കാം. 150 ആകുമ്പോൾ ഒരു 5 പേര്, ഒരു 200 ആകുമ്പോൾ 7 പേര്, ആ റേഞ്ചിൽ ആവറേജ് കണക്കാങ്ങനെ പറയും അല്ലേ? ആ രീതി തന്നെയാണ്. അതെ. ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഈ പ്ലംബിംഗ് സൈഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അത് പല കസ്റ്റമറും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, പക്ഷെ അവർ ചിലപ്പോൾ മറന്നുപോകും. പ്ലംബിങ്ങിന്റെ സമയത്ത് പല അബദ്ധങ്ങളും പറ്റാറുണ്ട്. അതുകൊണ്ട് നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിനെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്ലംബിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറയാം. അത് പറയാം. മെയിനായിട്ട് ഇതിൽ ഇഷ്യൂസ് വരുന്നത് പ്ലംബിങ് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇഷ്യൂസ് വന്ന് ട്യൂബിന് കംപ്ലയിൻറ്റ് വരും. അതുപോലെ ടാങ്ക് ബൾജാവും, ടാങ്ക് പൊട്ടിപ്പോകും, ലീക്ക് വരും. അത് ഒരു നമ്മളിപ്പോൾ കസ്റ്റമറുടെ അടുത്ത് പോയിട്ട് പറഞ്ഞാൽ പോലും ചിലവർ നമ്മൾ പറയുന്ന പോലെ ചെയ്യാറില്ല. അത് മെയിനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് അവർ എയർവെൻ്റാണ് ഇതിൻ്റെ മെയിനായിട്ട്. എയർവെൻ്റ് സിസ്റ്റം എന്നാണ് ഇതിന് പറയുന്നത് തന്നെ. ഈ സിസ്റ്റം എല്ലാം എയർവെൻ്റാണ്. അപ്പോൾ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ എയർവെൻ്റ് വരുന്നത്. ഔട്ടിൽ നിന്ന് എയർ മസ്റ്റായിട്ട് എയർ ഇടണം. അപ്പോൾ ഇതിനെ എല്ലാത്തിനും ഈ ഔട്ടിൻ്റെ എയർവെൻ്റ് മറിഞ്ഞ് പോകാതിരിക്കാനായിട്ട് ഇതിനൊരു സപ്പോർട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സപ്പോർട്ട് വെക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ചിലവർ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ എയർവെൻ്റ് ഇവിടെ എൽബോ ഇട്ടിട്ട് നേരെ ഏതെങ്കിലും ഭിത്തി വഴിയോ അല്ലെങ്കിൽ ടാങ്കിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാവും, ടാങ്കിൻ്റെ സ്റ്റോറേജ് വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡിൻ്റെ ലെഗ് വഴി മുകളിലേക്ക് ഇടും. അതായത് ഈ സപ്പോർട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നേരെ ഇങ്ങനെ ചെരിച്ചിട്ട് വേറെ അങ്ങനെ കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എയർ കൊടുക്കും. എൽബോ ഒക്കെ ഉണ്ടാവും, എൽബോ ഉണ്ടാവും, 1-2 എൽബോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇതിനകത്തുള്ള കറക്റ്റ് എയർ പോകത്തില്ല. ഇതിനകത്ത് എപ്പോഴും ഹൈ പ്രഷർ, നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുന്ന സമയത്ത് വരെ ഹൈ പ്രഷർ ഉണ്ടാവും. ഈ ഹൈ പ്രഷർ ഇതിനകത്ത് റിലീസായി പോയിക്കൊണ്ടിരിക്കണം. റിലീസായി പോകണമെങ്കിൽ ഈ ഒരൊറ്റ എയർവെൻ്റ് മാത്രമേ ഉള്ളൂ. ഈ എയർവെൻ്റിൽ കൂടെ തന്നെ പോകണം. അത് സ്ട്രെയിറ്റ് ആയിരിക്കണം. സ്ട്രെയിറ്റ് ആയിരുന്നാൽ മാത്രമാണ് പെർഫെക്റ്റായിട്ട് ഇതിൻ്റെ പ്രഷറും എയറും റിലീസായി പോകുള്ളൂ. അങ്ങനെ റിലീസ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എയർ കുടുങ്ങിയിട്ട് ട്യൂബ് ബ്രേക്ക് ആവും. അതേപോലെ തന്നെ ടാങ്ക് ബൾജായി ടാങ്ക് പൊട്ടിപ്പോവുകയും ചെയ്യും. അങ്ങനെ വാറണ്ടീനെ
ബാധിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇഷ്യൂസ് അത് നമ്മള് ഈ കൊടുക്കുന്ന വാറന്റി കാർഡിൽ തന്നെ നമ്മൾ അതിന്റെ പിക്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഇതിനകത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട്, അങ്ങനെ കസ്റ്റമറോട് ഓൾറെഡി പറയാറുണ്ട്. അതെ അതെ. പിന്നെ നമ്മൾ ഈ എയർ വെന്റ് കൊടുക്കുമ്പോൾ മാക്സിമം ദൂരം കുറയ്ക്കുകയാണെങ്കിൽ അത് ഇച്ചിരി കൂടെ അതെ, ദൂരം ഏറ്റവും ഇത് ചെയ്തേക്കണ പോലെ തന്നെ ഏറ്റവും അടുത്തിടുക. ഇത് ചിലരിപ്പോ നമുക്ക് കാണുമ്പോൾ അറിയാം, ചിലപ്പോൾ ഒരടി 2 അടി അങ്ങനെ അതും എയർ കൊടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതും എയർ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഏറ്റവും അടുത്ത് എപ്പോഴും ഇടുക, അതാണ്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും മേളിലാണേലും ഇപ്പൊ ടീ ഇട്ട് ഒന്ന് ക്ലോസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നോർമൽ വാട്ടർ ടാങ്കിന്റെ ഹൈറ്റിൽ ചെയ്യുക. ചിലരെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ വാട്ടർ ടാങ്കിനേക്കാളും താത്തേക്കും, അപ്പൊ ഓവർഫ്ലോ വരും. എപ്പോഴും നോർമൽ വാട്ടർ ടാങ്കിനേക്കാളും ഒരടിക്ക് കൂട്ടി നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ. അപ്പം എയർ വെന്റിന്റെ സെക്ഷനിൽ പറയാനുള്ള കാര്യം അത് മെയിൻ ആയിട്ട് അതാണ്. പിന്നെ നമുക്ക് ഈ ഒരു മോഡലിലും ഈ പറഞ്ഞ വാഷർ ആയതുകൊണ്ട് ചിലര് ഇത് കൊടുക്കാതിരുന്നാലും ഇത് വാഷർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇത് ബെൻഡ് ആവും, വാഷർ ഊരിപ്പോവും, അങ്ങനെ ലീക്ക് വരാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ അങ്ങനെ എയർ കുടുങ്ങാനുള്ള ചാൻസും ഉണ്ട്. ഇത് ബെൻഡ് ആവാൻ പാടില്ല, അതായത് എയർ വെന്റ് ഒരിക്കലും ബെൻഡായി പോകാനും പാടില്ല. ബെൻഡായി കഴിഞ്ഞാൽ എയർ കറക്റ്റ് സ്ട്രെയിറ്റ് പോകത്തില്ല. ഇത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ബലം പ്രയോഗിക്കാതിരിക്കുകയാണെങ്കിലും നല്ലതാണ്. അത് സെറാമിക്കയിലുള്ള ഒരു ഇതാണ്, സെറാമിക്കയിലുള്ള ഒരു ഇതാണ്. വാഷർ ഉള്ളിൽ വാഷർ ആയിരിക്കും, അപ്പോൾ അത് ഓവർ ടൈറ്റ് പാടില്ല. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വാഷറിന് സ്ലിപ്പായി പോയിട്ട് ലീക്ക് വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ പിന്നെ നമ്മൾ ഇൻപുട്ടിൽ ഒരു NRV കൊടുക്കണമെന്നുള്ളത്, ഇൻപുട്ടിൽ NRVയും ഒരു ഓൺ ഓഫ് വാൽവും നമ്മൾ മസ്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക. നമ്മളിപ്പം ഇവിടെ ആണെങ്കിലും ഓൺ ഓഫ് വാൽവും കൊടുത്തിട്ടുണ്ട്, NRV കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ NRV എന്ന് ചിലർ, അതും ഒരു കാര്യമാണ്, ചിലർ നമ്മൾ NRVയുടെ അടുത്തുനിന്ന് തന്നെ ഇച്ചിരി NRV എന്നാണേലും ഇത് ചൂടായി നിൽക്കുന്നതുകൊണ്ട് നോർമൽ പ്ലംബിംഗ് പൈപ്പ് ചിലർ ഇടുന്നതാണ്. അത് NRV കുറച്ച് ദൂരം കൂടെ ടാങ്കിന്റെ അങ്ങോട്ട് CPVC ഇടുന്നതായിരിക്കും അല്ലേ. ഫസ്റ്റ് ആയിട്ട് CPVC തന്നെ ഇൻലെറ്റിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. CPVC തന്നെ ഇൻലെറ്റിൽ നിന്ന് ടാങ്കിന്റെ അവിടെ മുതൽ ഫുള്ളായിട്ട് ഈ സോളാർ വാട്ടർ ഹീറ്ററിന് ഫുള്ളായിട്ട് CPVC ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ NRV ഫെയിൽ ആയാൽ റിട്ടേൺ പോയി കഴിഞ്ഞാൽ ആ പൈപ്പും അതുപോലെ PVC പൈപ്പ് എല്ലാം ഉരുകിപ്പോയി ബെൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മസ്റ്റായിട്ടും ഇൻലെറ്റിലും CPVC തന്നെ ഉപയോഗിക്കുക, ഏറ്റവും ബെറ്റർ. ഏറ്റവും കുറഞ്ഞത് ഒരു 2 മീറ്ററെങ്കിലും CPVC ഇട്ട് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ അല്ലേ. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഔട്ട്, ഇപ്പം ഇൻസൈഡും പറഞ്ഞു, നമ്മൾ എയറിന്റെ സെക്ഷനും പറഞ്ഞു. ഇപ്പൊ ഇനി ഔട്ട് നമ്മൾ ഇപ്പൊ ഇവിടുന്ന് നേരെ താഴോട്ടാണ് ഇറക്കുന്നത് അല്ലേ. നമ്മളിപ്പം മേളിലോട്ട് എയർ വെന്റ് കൊടുത്തു, ഔട്ട് നേരെ താഴോട്ട് ഇറക്കുക. ഇറക്കിയിട്ട് നമ്മൾ ഔട്ടിലും ഇതുപോലെ ഈ മിക്സഡ് ടാപ്പ് ഒക്കെ ആണെങ്കിൽ NRV കൊടുക്കുന്നത് നല്ലതാണ്. വെള്ളം മിക്സ് ആവാനുള്ള ചാൻസും ഉണ്ട്. മിക്സഡ് ടാപ്പ് ആണെങ്കിൽ നമുക്ക് NRVയും കൊടുത്ത് അവിടെ ഒരു വാൽവ് വെക്കുവാണെങ്കിൽ നമുക്ക് വേണേൽ ചൂടാകുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പൂട്ടിയിട്ടിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാനൊക്കെയുള്ള ഒരു ഓപ്ഷനും കൂടെ കിട്ടില്ലേ. ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും NRV ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആണ്. മിക്സഡ് ടാപ്പ് ആണെങ്കിൽ മതിയല്ലേ, സിംഗിൾ ടാപ്പ് ആണെങ്കിൽ അതിന്റെ ആവശ്യം വരുന്നില്ല. മിക്സിംഗ് അങ്ങനെയൊന്നും കാര്യങ്ങൾ നടക്കത്തില്ല. അതുപോലെ നമ്മൾ ഈ ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ നമ്മൾ ഔട്ട് വന്നിട്ട് ഇതിപ്പോൾ നമ്മൾ നേരെ വന്നിട്ട് താഴോട്ട് പോയി, ചിലർ വന്നിട്ട് ഇങ്ങനെ ഭിത്തിയേക്കൂടെ മേളിലോട്ട് കയറിയിട്ട് പിന്നെ ഒന്ന് പോകും, പിന്നെ താഴോട്ട് പോകും. അങ്ങനെ പോകുമ്പോൾ തന്നെ അവിടെ എയർ പിടിക്കാനുള്ള സാധ്യത, എയർ പിടിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം എപ്പോഴും താഴേക്ക് വേണം. ഗ്രാവിറ്റിയിലാണെങ്കിൽ ഇത് ഫുള്ള് വർക്ക് ചെയ്യുന്ന ഗ്രാവിറ്റിയിലാണ്. ഓവർ ഹെഡ് ടാങ്കിലെ പ്രഷർ കൊണ്ടാണ് താഴേക്കുള്ളത് നമുക്ക് ബാത്റൂമിൽ വരെയും കിട്ടുന്നത്. അതായത് താഴത്തേക്കുള്ള പ്രഷർ എല്ലാം ഈ ഓവർ ഹെഡ് ടാങ്കിൽ നിന്നുള്ള പ്രഷറിലാണ്. അപ്പോൾ ഇൻ കേസ് ഇത് ഈ നമ്മൾ ഇടുന്നത് ഇങ്ങനെ പൈപ്പ് ഉയർത്തിയിട്ട് അതേപോലെ എൽബോ ഇട്ട് മുകളിലേക്ക് പൊക്കി പിന്നെ താഴത്തേക്ക് പോകുമ്പോഴത്തേക്കും ഗ്രാവിറ്റിയിൽ വ്യത്യാസം, അതുപോലെ പ്രഷറിന് വ്യത്യാസം വരും. അപ്പോൾ താഴത്തേക്കുള്ള പ്രഷറും അത് കുറവായിരിക്കും. എപ്പോഴും കീഴ്പോട്ട് തന്നെ അല്ലെങ്കിൽ താഴേക്ക് തന്നെ ഇതിൻ്റെ ഫ്ലോ ക്രമീകരിക്കുക വെച്ചിട്ട്, അതായിരിക്കും ഏറ്റവും പ്ലംബിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ചിലവർ വെള്ളം താഴേക്ക് ഏറ്റവും താഴേന്ന് ഗ്രൗണ്ടിൽ നിന്ന് എടുത്തിട്ടൊക്കെ മുകളിലേക്ക് എടുക്കുന്നവരുണ്ട്. അതും എയർ കൊടുക്കാനുള്ള ചാൻസ്, പിന്നെ പ്രഷർ ഒട്ടും തന്നെ കിട്ടത്തില്ല, പ്രഷറും കുറയും. അങ്ങനെ വരുമ്പോൾ മാക്സിമം നേരെ ഇവിടുന്ന് നേരെ ഇറങ്ങി ടാപ്പിലേക്ക് പോവാൻ ആ രീതിയിൽ തന്നെ ചെയ്യുക. അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ ഇത് എടുത്തേക്കണ പോലെ തന്നെ ഇവിടെ വന്നിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങി ഓരോ ടാപ്പിലേക്ക് അല്ലെങ്കിൽ ഓരോ ബാത്റൂമിലേക്കും ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുക. ഈ രീതി തന്നെ ചെയ്യുക. മുകളിലേക്ക് ഉയർത്താതെ ഇരിക്കുക. ഉയർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രഷറിന് വേരിയേഷൻ വരും. മനു, അതുപോലെ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോഴേ അവിടെ ഈ കുഴക്കിണർ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് സ്റ്റീലിനോടായിരിക്കും കൂടുതൽ ഇച്ചിരിയുടെ താല്പര്യം. അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഫിൽറ്റർ ഉണ്ട്, അതുകൊണ്ട് ഫിൽറ്റർ ഉള്ളതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൻ്റെ പ്രശ്നം വരികയല്ല, ഞങ്ങൾക്ക് സ്റ്റീൽ മതി എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് അതിൻ്റെ കാരണം ഒന്ന് വ്യക്തമാക്കാമോ, എന്തുകൊണ്ട് ഇത് തന്നെ പറയണമെന്നുള്ളത്?
അതെ അതെ, അതായത് നമുക്കിപ്പോൾ ബോർവെല്ലുള്ള വീടുകളിലും കസ്റ്റമേഴ്സ് അങ്ങനെ പറയാറുണ്ട്, അതായത് ഫിൽറ്റർ വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് സ്റ്റീൽ വയ്ക്കാൻ പാടില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് സ്റ്റീല് ഈ ഫിൽറ്റർ കൂടുതലായിട്ടും ഇതിനകത്ത് നമ്മുടെ കണ്ടൻറ്റുകളൊന്നും ആ ഫിൽറ്ററിൽ, അതായത് വെസൽ ടൈപ്പ് ഫിൽറ്റർ ആണെങ്കിൽ പോകാൻ ചാൻസ് കുറവാണ്. മിക്ക വീടുകളിലും വെസൽ ടൈപ്പ് ഫിൽറ്റർ ആയിരിക്കും വെക്കുന്നത്. അതായത് ആ ഫിൽറ്ററിൽ അഴുക്ക് പോവും, വെള്ളത്തിൻ്റെ അഴുക്ക് പൂർണ്ണമായിട്ടും പോവും. പക്ഷേ കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് അയൺ, ഉപ്പാണെങ്കിൽ ഉപ്പ് കണ്ടൻറ്റ്, അങ്ങനെയുള്ളതൊക്കെ പോകാനായിട്ട് ചാൻസ് തീരെ കുറവാണ്. അത് TDS ഒരു 100% പോകാൻ ചാൻസ് തീരെ കുറവാണ്. അപ്പോൾ അതും കൂടിയ നല്ല ക്യാഷ് കൊടുത്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ പോകും. അതെ, അതായത് കെമിക്കൽ ഫിൽറ്റർ പോലത്തെ അങ്ങനത്തെ ഫിൽറ്ററൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ മാറ്റം വരും. നോർമലി നമ്മുടെ വീടുകളിലൊക്കെ വരുന്ന ഒരു ചെറിയ ഒരു പ്രൈസ് റേഞ്ച് കുറഞ്ഞ ടൈപ്പ് സാധനങ്ങളായിരിക്കുമല്ലോ. അതെ അതെ, അതായത് നമ്മുടെ വെസൽ ടൈപ്പ് ഫിൽറ്റർ ഉണ്ടല്ലോ, അതിൽ നിന്ന് പോകാനുള്ള ചാൻസ് കുറവാണ്. ചിലർ പിന്നെ ലൈൻ ഫിൽറ്ററും വെക്കാറുണ്ട്. ലൈൻ ഫിൽറ്റർ അതും വെച്ചിട്ട് കാര്യമില്ല. അതിൽ നിന്നും കൂടുതലായിട്ട് TDS അല്ലെങ്കിൽ PPM കുറയാനായിട്ട് ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സെറാമിക്, അങ്ങനെയുള്ള ബോർവെൽ വാട്ടറിലുള്ള സെറാമിക് തന്നെ യൂസ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ നമുക്ക് HCLൻ്റെ കുറേ മോഡൽസിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് പോകാം. ഇതിപ്പോൾ നമുക്ക് സെറാമിക്ക, നമ്മൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കടൽ തീരവും അതുപോലെ കുഴക്കിണറുള്ളിടത്ത്. പിന്നെ വരുന്ന നോർമൽ സ്റ്റീല്, അത് നമ്മൾ നോർമൽ കിണറുകൾക്ക് ഉപയോഗിക്കാം. അതായത് 100 വരെ TDS വരുന്ന രീതിയിൽ. അതെ, അതും 100, 150, 200 മോഡലല്ലേ? മോഡൽ അതെ, 100, 150, 200. അതിൽ തന്നെ സ്റ്റീലിൽ തന്നെ സ്ലോ പ്രൂഫ് മോഡൽ വരുന്നുണ്ട്. അതായത് ഹൈറ്റ് കുറഞ്ഞത്, അതായത് ഇവിടെ ടാങ്കിൻ്റെ ഹൈറ്റ് ഏകദേശം 5 അടി പൊക്കത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ടാങ്കിൻ്റെ, അതായത് സ്റ്റോറേജ് ടാങ്കിൻ്റെ ഹൈറ്റ്, ഈ സ്റ്റോറേജ് ടാങ്കിൻ്റെ ഹൈറ്റ് ഏകദേശം ഒരു 3 അടി അല്ലെങ്കിൽ ഹൈറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഷീറ്റിൻ്റെ മുകളിൽ വയ്ക്കണം. അങ്ങനെ ഒരു മോഡലാണ് സ്ലോ പ്രൂഫ് മോഡൽ എന്ന് പറയുന്നത്. ബെഡ് ടൈപ്പ് ആയിരിക്കും, ഇത്ര ഹൈറ്റ് ഉണ്ടാകത്തില്ല. അതിന് ഏകദേശം ഒരു ഹൈറ്റ് എന്ന് പറയുമ്പോൾ 21 ഇഞ്ചാണ് ഹൈറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഈ അതായത് ടെറസ് ലെവലിൽ കിടക്കുന്ന ഒരു ആ ഒരു പ്രൊഡക്റ്റാണ് അത്. നമുക്ക് കൂടുതൽ ഷീറ്റിൻ്റെ മുകളിലും അതേപോലെ തന്നെ ഹൈറ്റ് കുറഞ്ഞ ടാങ്ക്, സ്റ്റോറേജ് ടാങ്കിൻ്റെ ഹൈറ്റ് കുറഞ്ഞ സ്ഥലങ്ങളിലും വയ്ക്കുന്ന മോഡലാണ് സ്ലോ പ്രൂഫ് മോഡൽ. പിന്നെയുള്ള മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്നത് പ്രഷറൈസ്ഡ് മോഡലാണ്. പ്രഷറൈസ്ഡ് മോഡൽ എന്ന് പറയുമ്പോൾ ഇപ്പം വീടുകളിൽ, പുതിയതായിട്ടുള്ള വീടുകളിൽ ഇപ്പോൾ പൈപ്പിൽ പ്രഷർ കിട്ടാനായിട്ട് ലൈനിൽ പ്രഷർ പമ്പ് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീടുകൾക്കൊക്കെ ആണെങ്കിൽ പ്രഷറൈസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള മോഡലുണ്ട്. അതൊരു ഹൈ എൻഡ് പ്രോഡക്റ്റാണ്. അതിൻ്റെ പ്രവർത്തനം തന്നെ കുറച്ച് വ്യത്യാസമാണ്. ഇതേപോലെ ട്യൂബിലേക്ക് വെള്ളം വരത്തില്ല. അത് ജസ്റ്റ് ഇതിനകത്തൊരു ഹീറ്റിംഗ് എലമെൻ്റ് ഉണ്ടാവും, ഹീറ്റിംഗ് കോയിൽ ഉണ്ടാവും. ആ എലമെൻറ്റിൽ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് വെള്ളത്തിലേക്ക്, അത് കോപ്പറിൻ്റെ എലമെൻ്റ് ആയിരിക്കും ഉള്ളത്. അതിന് ഹീറ്റ് അബ്സോർബ് ചെയ്ത് ടാങ്കിൻ്റെ ഉള്ളിലത്തെ വെള്ളത്തിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് വെള്ളം ചൂടാക്കുന്നത്. അതിൽ പ്രഷർ പമ്പ് ഡയറക്റ്റ് കണക്ട് ചെയ്യാവുന്ന ആയതുകൊണ്ട് ടാങ്കിനുള്ളിൽ മാത്രമായിരിക്കും ആ മോഡലിൽ പ്രഷർ വരത്തുള്ളൂ. ട്യൂബിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്യൂബ് പൊട്ടിപ്പോകും. അതുകൊണ്ട് ടാങ്കിൻ്റെ ഉള്ളിൽ അതിനകത്ത് വെള്ളത്തിന് മാത്രമാണ് പ്രഷർ വരുന്നത്. അതും പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ്. അതായത് പ്രഷറൈസ്ഡ് ഉള്ളിടത്ത് പ്രഷറൈസ്ഡ് വാട്ടർ ഹീറ്റർ തന്നെ വെക്കണം. പലരും നോർമൽ മേടിച്ച് വെക്കാറുണ്ട്. അത് പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യം കൂടെയാണ്. അതെ, അങ്ങനെയുള്ളിടത്ത് പ്രഷറൈസ്ഡ് സിസ്റ്റം തന്നെ വെക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, പുതുതായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെറാമിക്ക മോഡലിന് പകരമായിട്ട് നമ്മൾ വരുന്നത് ഗ്ലാസ് ലൈൻഡ് മോഡൽ വരുന്നുണ്ട്. അത് ഏകദേശം നമുക്ക് അടുത്ത് തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആവും. അത് ഇന്നർ ടാങ്ക് ഗ്ലാസ് ലൈൻഡ് ആയിരിക്കും. അപ്പോൾ അത് ഒറിജിനൽ ഒരു ഫ്ലാസ്ക് അങ്ങനെ അതുപോലെ പ്രവർത്തിക്കും. അതെ അതെ. പിന്നെ എനിക്ക് തോന്നുന്നു സ്റ്റീലിന്റെ നമ്മുടെ വാട്ടർ ടാങ്കുകൾ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, അതും നമ്മുടെ പ്രൊഡക്റ്റാണ്. സ്റ്റീലിന്റെ വാട്ടർ ടാങ്ക് അത് 500, 1000, 1500, 2000 അങ്ങനെ അത്രയും ലിറ്ററിൽ അവൈലബിൾ ആണ്. 4 മോഡൽ അവൈലബിൾ ആണ്. നമ്മുടെ എല്ലാം ഫുഡ് ഗ്രേഡ് സ്റ്റീലാണ്. 304 ഉണ്ട്, 316 ഉണ്ട്. 2 മോഡലും വരുന്നുണ്ട്. 304ഉം 316ഉം ആ ടാങ്ക് അവൈലബിൾ ആണ്. നമ്മുടെ വാട്ടർ ഹീറ്ററിന്റെ എല്ലാം ഇന്നർ ടാങ്ക് എല്ലാം ഫുഡ് ഗ്രേഡ് അല്ലേ? അതെ, ഫുഡ് ഗ്രേഡ് തന്നെ. അത് ഡയറക്റ്റ് കിച്ചണിലേക്ക് കണക്ട് ചെയ്ത് കിച്ചണിൽ ഇപ്പോൾ കുക്കിംഗ് പർപ്പസിനും അതേപോലെ തന്നെ ഹാഫ് ബോയിൽഡ് വാട്ടർ വെള്ളം ഗ്യാസ് വെച്ച് ചെയ്താൽ മതി. ബാക്കി ഉള്ള വെള്ളം ഇതിനകത്ത് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതും ചിലർ ഈ പ്രൈസ് വൈസ് നോക്കുമ്പോൾ തന്നെ അതിനകത്തൊരു കാര്യമാണ്. എല്ലാവരും സ്റ്റീൽ എന്ന് പറയും, ബ്രാൻഡുകൾ മറ്റു സ്റ്റീൽ എന്ന് പറയും. പക്ഷേ ഇന്നർ ടാങ്ക് നമുക്ക് വരുന്ന ഫുഡ് ഗ്രേഡ് ആണെന്നാരും, അതായത് ഫുഡ് ഗ്രേഡ് ആണോ നോർമൽ ആണോ എന്നാരും നോക്കാറില്ല. അതായത് ഫുഡ് ഗ്രേഡ് തന്നെയാണ്, ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് സ്റ്റീലിൻ്റെ കാര്യത്തിൽ. ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മളൊരു കോംപ്രമൈസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് HCLൻ്റെ സെറാമിക്ക മോഡൽ ആൾക്കാരെ പരിചയപ്പെടുത്തി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം ഒന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അത്യാവശ്യം എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമ്പർ കൊടുത്തിട്ട് നമ്പറിൽ ചോദിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.